അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റാണ്. അതുപോലെ തന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലേറ്റുമാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, നമുക്കിത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടലയാണ് കേട്ടോ. ഇത് ഞാനൊരു 5 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. വേവിക്കണേൽ 2 ഉരുളൻകിഴങ്ങ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാട്ടോ വേവിക്കണത്. അപ്പം നമ്മൾ കടല വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കാം. ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടിയും, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂണോളം ചിക്കൻ മസാലയും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് മസാല തിരുപ്പി വെക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കനൊന്ന് ഇട്ടിട്ടൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കടല ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ അതിനൊരു വലിയ പാത്രത്തിലേക്ക് ഒന്ന് കൊട്ടി വെക്കട്ടെ. ഇവിടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റട്ടെ. ഞാൻ സെയിം എണ്ണയിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 3 സവോള കട്ട് ചെയ്താൽ ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. സവോള വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ സവോള ഒന്ന് വഴന്ന് വന്നിട്ട് കേട്ടോ. അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണോളം ഇഞ്ചി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവ മാറിയപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മുളക് പൊടിയും, 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. വേറെയുള്ള മസാല ഒന്നും ഇട്ട് കൊടുക്കണില്ല. നമ്മുടെ മസാലകളിലൊക്കെ പച്ചച്ചുവ മാറുന്ന വരെ നമുക്കൊന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് വെക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തില്ലേ, ആ ചിക്കനാണ് കേട്ടോ. ഞാൻ എല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ചൂടാറോളൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് കടലേനെ ഒന്ന് അരച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കടലേനെ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം അരച്ചെടുത്ത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉരുളൻകിഴങ്ങില്ലേ, നമ്മൾ കടലയിലിട്ട് വേവിച്ച് വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ്, അത് ഞാനൊന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒക്കെ കൂടി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ അതിന് കയ്യിൽ ലേശം എണ്ണ തടവിട്ട് വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഈ ഷേപ്പിൽ ഓരോന്നും ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതാ എല്ലാം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് പൊടിച്ചതിലിട്ടിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലേറ്റാണ്. കടലയുടെ നമ്മൾ തൊലിയൊന്നും കളയാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് പൊടിയിൽ വെക്കാം. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഓരോന്നും.
അപ്പം നമുക്ക് ഇത് എണ്ണയൊക്കെ ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ നല്ല ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം. ഇതിൻ്റെയൊക്കെ ഒരു വശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് തീ നന്നായി കൂട്ടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിലൊരു എണ്ണ കുടിക്കുള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് എണ്ണയിൽ നിന്ന് മാറ്റട്ടെ. അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് എന്തായാലും കിട്ടുന്ന ഒരു സാധനമാണ് ഈ കടല. അപ്പോൾ ഈ കടല വെച്ചിട്ട് എന്താ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ വീട്ടിലെ കുട്ടികൾക്കും കടലൊന്നും കഴിക്കില്ല കേട്ടോ. അത് ഞങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ കടല കഴിക്കാത്ത കുട്ടികളാണെന്നുവെച്ചെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള കടല കൊണ്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.